സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ധാരാളം പേരാണ് ഒറ്റ നിമിഷം കൊണ്ട് വൈറലായി മാറുന്നത്. പലരുടെയും ജീവിതങ്ങൾ തന്നെ മാറിമറിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരാളാണ് മൊണാലിസ എന്ന മോനി ബോൺസ്ലെ. മഹാകുംഭമേളയിൽ മാല വിൽക്കാനെത്തിയ ഈ സുന്ദരി സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയതോടെ അവരുടെ ജീവിതം മാറിമറിയുകയായിരുന്നു. ഇന്ന് ഒട്ടനവധി ഫോളോവേഴ്സുള്ള മോനി ആദ്യ സിനിമയ്ക്കും ഒപ്പുവച്ചിരിക്കുകയാണ്. സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലാണ് മോനി അഭിനയിക്കുന്നത്. അതിനായി അവർ കരാറിൽ ഒപ്പുവെച്ചുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ഈ സിനിമ മോനി ചെയ്യുന്നുവെന്ന് വാർത്തകൾ വന്നിരുന്നു. സാദ്ഗി എന്ന മ്യൂസിക് വീഡിയോയും മോനി ഇതിനകം അഭിനയിച്ചു കഴിഞ്ഞു. ഗായകൻ ഉത്കർഷ് ശർമ്മയുടെ ആൽബമാണിത്. ആദ്യമായി മോനി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ മ്യൂസിക് വീഡിയോ ജൂൺ 14 റിലീസ് ചെയ്തിരുന്നു. അഭിനയത്തിനു പുറമെ ഇന്റർവ്യൂകളിലും ബ്രാൻഡ് പ്രൊമോഷനുകളിലും മോനി ഇപ്പോൾ ഭാഗമായിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് ബോബി ചെമ്മണ്ണൂറിന്റെ ഷോപ്പ് ഉദ്ഘാടനത്തിനും കേരളത്തിൽ അവർ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ആഡംബര കാറിൽ മോനി യാത്ര ചെയ്യുന്ന ഫോട്ടോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മ്യൂസിക് വീഡിയോ റിലീസിന് പോകുമ്പോഴുള്ള മോനിയുടെ ഫോട്ടോ ആയിരുന്നു അത്. കുംഭമേളയിൽ 100 രൂപയ്ക്ക് മാല വിറ്റിരുന്ന മൊണാലിസ ഇന്ന് ആഡംബര കാറിൽ. ഇതാണ് ജീവിതം, എപ്പോൾ വേണമെങ്കിലും മാറിമറിയും എന്നാണ് ഈ ഫോട്ടോകൾ പങ്കുവെച്ച് മലയാളികൾ അടക്കമുള്ളവർ ഷെയർ ചെയ്തത്. മുംബൈയിൽ സ്വന്തമായി ഒരു വീട് വാങ്ങുക എന്നതാണ് മോനിയുടെ ഏറ്റവും വലിയ സ്വപ്നം. അത് വൈകാതെ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയും. പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു മോനി എത്തിയത്. ക്യാമറ കണ്ണിലുടക്കിയ അവളെ ദേശീയ മാധ്യമങ്ങൾ ബ്രൗൺ ബ്യൂട്ടി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയാണ് ഇവൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.